അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലൈസ് അല്ലാഹു ബി കാഫിൻ അബ്ദഹു, എന്റെ അടിമക്ക് അള്ളാഹു പോരെന്ന്. ഈ അള്ളാഹു പോരെ എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഞാൻ ഈശാ നബിയെ എൻ്റെ വള്ളപ്പാട് മാറ്റി തരണേ, എനിക്ക് മഴ വർഷിപ്പിച്ച് തരണേ, അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ച വർദ്ധിപ്പിച്ചു തരണേ എന്ന് ചോദിച്ചാൽ ഇലാഹാക്കാതെ യാതൊരു ദിവസവും കൽപ്പിക്കാതെ അത് എങ്ങനെയാണ് നിങ്ങൾ ശിർക്കല്ല എന്ന് പറയുന്നത്? അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ഹസ്ബുകല്ലാഹു വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. നബിയെ, തങ്ങൾക്ക് അല്ലാഹു മതി, മുഅ്മിനീങ്ങളും മതി. അല്ലാഹു മാത്രം മതി എന്ന് മാത്രമല്ല ഖുർആനിലുള്ളത്, ഇങ്ങനെയുണ്ട്. നിങ്ങൾ അത് മാത്രം ഒരു ഭാഗം മാത്രം നോക്കല്ലേ. ഹസ്ബുകല്ലാഹു, നബിയെ തങ്ങൾക്ക് അല്ലാഹു മതി, വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് മുഅ്മിനീങ്ങളും മതി. അപ്പൊ അല്ലാഹു മാത്രം പോരാ, മുഅ്മിനീങ്ങളും കൂടി വേണം എന്നാണ് അല്ലാഹു പറയുന്നത്. അതൊന്നും സഹോദര ഈ തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡമായി നിങ്ങൾ കരുതല്ലേ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കുക. ആകെ ആ ആയത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇപ്പുറത്തുള്ള ഈ ആയത്ത് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? ഹസ്ബുകല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് മതി. പോരാട്ടോ, അല്ലാഹു തന്നെയാണ് പറയുന്നത്. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, അല്ലാഹു മാത്രം പോരാ, മുഅ്മിനീങ്ങളും വേണം. അപ്പൊ ഈ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് പറഞ്ഞ ആയത്തിനെതിരാവോ ഈ ആയത്ത്? ഒന്ന് പറയും. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ എന്താ ഇതിന്റെ അർത്ഥം? ഇത്തിബാഅ് ചെയ്യുക, പിൻപറ്റുക, മുഅ്മിനീങ്ങളെ പിൻപറ്റുക. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. ഇനി അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ല, അതിന്റെ അർത്ഥം നോക്കി. ആയത്തിന്റെ അർത്ഥം അർത്ഥം വെക്കണം. ഇത്തിബാഅ് ചെയ്യാന്നല്ല, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടേ. കാരണം അല്ലാഹു തആല നിങ്ങൾക്ക് മതി, പിന്നെ ആരും വാവർഫ് അഅ്തിഫ് എന്ന് പറയും, ആഅ്തിഫ് എന്ന് പറയും. ഇതിനെ അഅ്തിഫ് ചെയ്യാൻ മറ്റുള്ള മുമ്പിലേക്ക്. ഹസ്ബുക, തങ്ങൾക്ക് മതിയായവനാണ് അല്ലാഹു, അല്ലാഹു മതിയായവനാ. പിന്നെ ആരും മൻ, ഒരുത്തരും തങ്ങൾക്ക് മതി. ആരാണ് ആ ഒരുത്തര്? ഇത്തബഅക, നിങ്ങളെ പിൻപറ്റിയ ആളുകളും അവരും നിങ്ങൾക്ക് മതി. അപ്പൊ ആര് മാത്രമല്ല? അല്ലാഹു മാത്രമല്ല, തങ്ങളെ പിൻപറ്റിയ ആളുകളും തങ്ങൾക്ക് മതി. ഇത് രണ്ടും ഖുർആനിലുണ്ട്. നിങ്ങളാകെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഇങ്ങനെ ആയത്തുണ്ട്. അപ്പൊ ആ ആയത്തോട് നിങ്ങൾ ഉദ്ദേശിച്ചത് നടക്കൂല എന്നപ്പോ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്താന്ന് ചോദിച്ചാൽ, ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കുമ്പോഴാണ് അത് ശിർക്ക് വരിക. ഞാൻ പറയുന്നതല്ലോ, ശ്രദ്ധിച്ചോളി. ദിവ്യത്വം ഇല്ലാതെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ഉള്ള വിശ്വാസമില്ലാതെ, അത് ഈസാ നബിനെ വിളിച്ചാലും മൂസാ നബിനെ വിളിച്ചാലും, അത് നിങ്ങൾ ലോകത്തിലെ നൂഹ് നബിനെ വിളിച്ചാലും എല്ലാ നബിമാരെ വിളിച്ചാലും വിധി അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റവും അതിനില്ല. അതിന് ഈസാ നബിക്ക് മാത്രം ഒരു പ്രത്യേകം അങ്ങനല്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യാനികളുടെ വാദത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല എന്ന് നിങ്ങൾ പ്രത്യേകമായി ഓർമ്മിക്കും.